നമസ്കാരം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ന് ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഉണർവ്, ആ ഉണർവിന് കോട്ടം തട്ടുന്ന രീതിയിലാണ് വീണ്ടും നേതൃത്വം പ്രവർത്തിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലാണ് അത് ഏറ്റവും ശ്രദ്ധേയം. രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പാലക്കാട്ട് സന്ദീപ് വാര്യരെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ടാണ് അറിയുന്നത്. എന്നാൽ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഷാഫി പറമ്പിലുമായും രാഹുൽ മാങ്കൂട്ടത്തിലുമായും ഒക്കെ വളരെ നല്ല ബന്ധമാണുള്ളത്. വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ UDF-ൽ അവർക്കുണ്ട് എന്ന് അദ്ദേഹത്തിനുണ്ട് എന്നതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്താ പറയാ, അദ്ദേഹമായിട്ടുള്ള ഒരു അപ്രീതി അതുണ്ടാക്കിക്കൊണ്ട്, ആ ഒരു സൗഹൃദത്തിന് കോട്ടം വരുത്തിക്കൊണ്ട് ഒരു മത്സരത്തിന് താനില്ല, അല്ലെങ്കിൽ തന്നെ നിർബന്ധിക്കരുത് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കൂടെ ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അനുമതിയോടുകൂടി അദ്ദേഹം അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പാർട്ടി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ പുറത്താക്കിയിട്ടുണ്ടെങ്കിലും ഒക്കെ ഇപ്പോഴും ഈ സമയത്തും പാർട്ടിയുമായി നല്ല അച്ചടക്കം സൂക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ, നിലവിലെ MLA എന്ന നിലയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചതും കോൺഗ്രസിന്റെ MLA ആയി തന്നെയാണ് അവിടെ തുടർന്നതും. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വരുന്നത്. മറ്റ് വ്യാജ കഥകളോ ഒറിജിനൽ കഥകളോ എന്ത് കഥകളായാലും കോടതിയിൽ നിലനിൽക്കാത്ത കഥകൾ, പീഡന കഥകൾ, ഗർഭചിത്ര കഥകളൊക്കെ പുറത്തു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ അദ്ദേഹത്തെ വേട്ടയാടാനും പറ്റുമെന്നെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തെ ഒരു കാഴ്ച വസ്തുവാക്കി കേരളം മുഴുവൻ കൊണ്ടു നടന്ന് ദാടാ ഞങ്ങളോട് കളിച്ചാൽ ഇതാണ് ഫലം, ഇവനൊക്കെ കണ്ടു എന്ന നിലയിൽ ഒരു പ്രദർശന വസ്തുവാക്കാനുള്ള ശ്രമം, അത് വൃഥാവിലായി പോയി. നമ്മളെല്ലാവരും കണ്ടതാണത്. ഏതായാലും അത്തരത്തിലൊരു സാഹചര്യത്തിൽ പോലും സന്ദീപ് വാര്യർ പറയുന്നതിൽ കഴമ്പുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പുറത്താക്കിയതായിട്ടോ യാതൊരുവിധ വിവരങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത് എത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഇന്ന് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരവും അത് തന്നെയാണ്. ഔദ്യോഗികമായി കോൺഗ്രസിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും അവിടെ ലഭിച്ചിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടില്ല. താൻ പുറത്താക്കപ്പെട്ടു, അല്ലെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു, തനിക്കെതിരെ കോൺഗ്രസ് നടപടിയെടുത്തു, ഇത്യാദി കാര്യങ്ങളൊക്കെ ചാനലുകളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും മറ്റുള്ളവർ പറഞ്ഞും സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ഒക്കെയാണ് അദ്ദേഹം അറിഞ്ഞത്. പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ വലിയ അമർഷം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നത് സത്യമാണ്. കാരണം അത് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയ പിന്തുണയാണ് ഇപ്പോഴും. ഇത്രയും അധികം വിവാദങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നിട്ടും അതിലൊക്കെ നിയമപരമായി അദ്ദേഹത്തിന് ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടുന്ന സാഹചര്യം വന്നപ്പോഴും പാലക്കാടിന്റെ പ്രതിനിധി എന്ന നിലയിൽ അവിടെ നിൽക്കുന്നതിന് പകരം ഒളിവിൽ പോകേണ്ട സാഹചര്യം പോലും വന്നിട്ടും പാലക്കാടിന്റെ ആ ഒരു ജനപിന്തുണ ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു എന്നത് വസ്തുതയാണ്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ആ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അത്രയധികം സ്വാധീന വോട്ടർമാർക്കിടയിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ പറയുന്നത് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണ ആവശ്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു അനുമതി ആവശ്യമുണ്ട്, അദ്ദേഹമാണ് നിലവിലെ MLA, അദ്ദേഹമായി സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന്. എന്നാൽ VD സതീശനടക്കമുള്ള വിഭാഗം പറയുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി സംസാരിക്കുന്ന യാതൊരു പ്രശ്നവുമില്ല എന്നാണ്. ഈ നിലപാട് പാലക്കാട് മണ്ഡലം BJP-യുടെ കൊട്ടയിലേക്ക് കൊണ്ടുവച്ചു കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വരുമ്പോ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിലുള്ള നിലപാട് തുടർന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് തന്റെ അഭിമാനം അത് രക്ഷിക്കാൻ വേണ്ടി, കാരണം തനിക്ക് പാർട്ടി ഒരു കത്ത് തന്നിട്ടില്ല, മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല, യാതൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇത്രയധികം നടപടി എടുത്തിട്ടും, അതായത് സസ്പെൻഷൻ, ആദ്യം പാർട്ടിയുടെ പദവി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള പദവി പിടിച്ചെടുത്തപ്പോ, അതുപോലെ അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തപ്പോ, പിന്നീട് പുറത്താക്കിയപ്പോ, അതായത് ശിക്ഷാ നടപടികളൊക്കെ നടപ്പിലാക്കി കഴിയുമ്പോഴും, നടപ്പിലാക്കിയ ശേഷം പോലും ഒരു എക്സ്പ്ലനേഷൻ, എന്താണ് സംഭവിച്ചത് എന്നൊരു ചോദ്യം പോലും, എവിടെയും ഒരു വിചാരണ നടക്കുമ്പോൾ ഒരാളെ ശിക്ഷിക്കുന്നതിന് മുമ്പ് പ്രതിയുടെ ഭാഗം കേട്ടിട്ടാണ് ഏത് കോടതിയും ശിക്ഷ വിധിക്കുക. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള ഒരു പരാതി വന്നിട്ടോ, അല്ലെങ്കിൽ അപവാദങ്ങൾ കേട്ടിട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരാതി വന്നുവെന്ന് അറിഞ്ഞിട്ടോ അപ്പോൾ തന്നെ നടപടി എടുക്കുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്താണ് തനിക്ക് സംഭവിച്ചത്, എന്താണ് തനിക്ക് പറയാനുള്ളത് എന്ന നിലയിൽ ഒരു സംസാരം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം ഒരു അമർഷം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഇത്രത്തോളം അമർഷം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ. കാര്യം രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, രാഹുലിനെ സ്നേഹിക്കുന്നവർക്ക്, പാലക്കാടുള്ള വോട്ടർമാരിൽ വലിയൊരു ഭൂരിപക്ഷത്തിന് അവർക്കറിയണം എന്താണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തോടൊന്നും പറയാത്തത് എന്ന്. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് തന്റെ ആത്മാഭിമാനം, തന്റെ വോട്ടർമാർക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി
ഈ ഒരു അവസരത്തിലും പാലിച്ചു വരുന്നുണ്ട്. ഭവന നിർമ്മാണം പോലും സർക്കാരിന്റെയും മറ്റും ഒക്കെ പിന്തുണ ഇല്ലാതിരുന്നിട്ട് കൂടി അത്തരം മേഖലകളിൽ, അതായത് ലഭ്യമാകാത്ത മേഖലകൾ കൂടി തന്റെ സ്വാധീനം ഉപയോഗിച്ച് തന്റെ സുഹൃത്തുക്കൾ മുഖാന്തരമൊക്കെ പലരെയും സഹായിക്കുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ 2 വീടിന്റെ താക്കോൽദാനം ആയി കഴിഞ്ഞു. ഇനി ബാക്കി ഒരു 3 ഉടനെ തന്നെ ആകുന്നുണ്ട്. 10-20 പണിപ്പുരയിലാണ്. ഈ നിലയിലാണ് അതിന്റെ കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. അതായത് മണ്ഡലം നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ഇനിയും നടക്കണമെന്നുണ്ടെങ്കിൽ തന്റെ ആത്മാഭിമാനം, തന്റെ ആത്മവിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നത് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കുറ്റം പറയാൻ പറ്റൂല. അതുകൊണ്ട് അദ്ദേഹം പാലക്കാട് സ്വതന്ത്രനായി മത്സരിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ഇത്തരത്തിൽ പാർട്ടി അവഗണിച്ചുകൊണ്ട് ഒരു തരത്തിലും പരിഗണിക്കാതെ, തനിക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കും എന്ന് തന്നെയാണ്. ഇത്തരം ഒരു സാഹചര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ പറയുന്നത് താൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണയോട് കൂടി മാത്രമേ മത്സരിക്കൂ എന്ന്. കാരണം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ ഇല്ലാതെ സന്ദീപ് വാര്യർ എന്നല്ല, ഇനി ആര് സാക്ഷാൽ രമേശ് ചെന്നിത്തല വന്ന് മത്സരിച്ചാലും അല്ലെങ്കിൽ വി ഡി സതീശൻ വന്ന് മത്സരിച്ചാലും ഇനി ഒരു പക്ഷേ മറ്റാര് വന്ന് മത്സരിച്ചാലും വിജയിച്ചോളണമെന്നൊന്നുമില്ല. ഇനി രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് മത്സരിച്ചാൽ പോലും ഒരു പക്ഷേ ജയിച്ചോളണമെന്നില്ല. അതാണ് ഈ നിലവിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. കാരണം പാലക്കാട് സംബന്ധിച്ചിടത്തോളം ഇത്രയധികം പേരുദോഷം കേട്ടിട്ടുള്ള, മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ള, കോൺഗ്രസിന്റെയും CPM-ന്റെയും ഭാഷ പറഞ്ഞാൽ മുങ്ങി നിൽക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള, പീഡന വീരനായിട്ടുള്ള, ഗർഭം കലക്കിയായിട്ടുള്ള, കുടുംബം കലക്കിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോഴും അവിടെ ഹീറോ. ആ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കേരളത്തിൽ ഒന്നാകെ ജനപിന്തുണ ഉള്ളത്. സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ, മറ്റു മേഖലയിലെ ചർച്ചകൾ നോക്കുമ്പോൾ, ഓരോ വീഡിയോയുടെയും താഴെ വരുന്ന കമന്റുകൾ നോക്കുമ്പോൾ, അത് സന്ദീപ് വാര്യർ അടക്കമുള്ള മുഴുവൻ ആൾക്കാർക്കും അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് സ്വാഭാവികം. അപ്പൊ അത്തരത്തിലുള്ള ഒരു തോന്നൽ, ആ ഒരു തിരിച്ചറിവ്, അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മാത്രമാണ് മനസ്സിലാകാത്തത്. അത് തന്നെയാണ് സന്ദീപ് വാര്യറും കൂട്ടരും തിരിച്ചറിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണ ഇല്ലാതെ, അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ മത്സരിച്ചാൽ പച്ച തൊടില്ല എന്നുള്ളത്. ഇവിടെ എന്തായാലും കോൺഗ്രസ് നേതൃത്വം തങ്ങളുടെ തെറ്റ് തിരുത്തണം എന്നതാണ് ബഹുഭൂരിപക്ഷത്തിന്റെ നിലപാട്. ആ നിലപാടിനോടൊപ്പമാണ് എനിക്കും നിൽക്കാൻ ഇഷ്ടം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം. അദ്ദേഹത്തിന്റെ വശം പറയാനുണ്ടാവുമല്ലോ. കോടതിയിൽ നിലവിലുള്ള കേസിന്റെ കോടതിയിലെ സ്ഥിതിയിൽ അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന്. അത്തരം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പലരും, അതിനേക്കാൾ ക്രൂരമായി നടത്തിയിട്ടുള്ള പലരും മുള്ളംപാറയിലും അവിടെയും ഇവിടെയും ഒക്കെ ഫോട്ടോഷൂട്ട് നടത്തിയവരും ഒക്കെ ഇന്ന് അധികാര സ്ഥാനത്ത് മര്യാദ ഇരിക്കുന്നുണ്ട്, നേതാക്കന്മാരായി ഇരിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. മറ്റു പാർട്ടിയിലായിക്കോട്ടെ, ഇപ്പൊ CPM-ന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു നടപടികളും നേരിടാതിരിക്കുന്നുണ്ട്. ഇപ്പൊ ശബരിമലയിലാക്കുകയാണെങ്കിൽ വലിയ കൊള്ള നടത്തിയിട്ട് അതിൽ ജാമ്യമില്ലാതെ അകത്ത് കിടന്നിട്ട് പോലും അവർ നടപടികൾ എടുക്കുന്നില്ല. അത്തരം ഒരു സാഹചര്യങ്ങൾ, അത്തരം വലിയ കൊടിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ പോലും അവിടെ സംരക്ഷിക്കപ്പെടുമ്പോൾ, ഇവിടെ നിയമപരമായി നിലനിൽക്കാത്ത ഒരു കേസിൽ കേവലം വ്യക്തി താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ ചിലരുടെ താല്പര്യങ്ങൾ കൊണ്ടോ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാര്യപ്രാപ്തിയുള്ള, സാമൂഹിക നന്മ ഉള്ള ഒരു നേതാവ്, ഒരു യുവ നേതാവ്, ഒരു യുവാവ്, ആ യുവാവിനെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത് ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഇതൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കാം, രാഹുൽ മാങ്കൂട്ടം ഈ നാടിന് ആവശ്യമാണ് എന്നുള്ള തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം അനുസരിച്ച് ജനം വോട്ട് ചെയ്താൽ സന്ദീപ് വാര്യർ എന്നല്ല ആര് നിന്നാലും തോറ്റു. അതറിയാം. അവിടെ നേട്ടം BJP-ക്കാണ് വരുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോലും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാതിരിക്കുകയും ചെയ്താൽ, ഇനി അഥവാ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നില പരിതാപകരമാവുകയും ചെയ്യും. ഈ ഒരു അവസരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ചെയ്യാൻ കഴിയുന്നത് ബുദ്ധിപരമായിട്ടുള്ള, വിവേകപരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തോട് വൈകിയെങ്കിലും വിശദീകരണം ചോദിക്കുക, അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറാകുക. അദ്ദേഹത്തിന്റെ വിശദീകരണം പാർട്ടിക്ക് യോജിക്കാൻ കഴിഞ്ഞാൽ, അതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞാൽ പാർട്ടിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചെടുക്കുക, മെമ്പർഷിപ്പ് കൊടുക്കുക. അതിനുശേഷം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനമായി അദ്ദേഹം പ്രവർത്തിക്കട്ടെ. സീറ്റ് വേണമെന്ന് അദ്ദേഹത്തിന് വാശിയൊന്നുമില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനമായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പാർട്ടി നേതൃത്വം പറയുന്നതനുസരിച്ച്, പാർട്ടിയുടെ നിലപാടനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇനിയൊരു പാർട്ടിയുമായി ഒരു ഗുസ്തി നടത്താനോ വാശിയായി നടത്താനോ ഒന്നും അദ്ദേഹം തയ്യാറാവില്ല. പക്ഷെ അദ്ദേഹത്തെ കേൾക്കാതെ ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സ്ഥാനാർത്ഥി നിർണയമൊക്കെ പാലക്കാട് അടക്കം മറ്റു പലയിടങ്ങളും നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്തസ്സുള്ള, അഭിമാനമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ, നീ തോറ്റാലും വേണ്ടില്ല, തന്റെ പ്രതിഷേധം എന്ന നിലയിൽ അദ്ദേഹം പാലക്കാട് തന്നെ മത്സരിക്കാനും മതി. അതായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാണ് സന്ദീപ് വാര്യർ പറയുന്നത് അത് ബുദ്ധിപൂർവമായ ഒരു നീക്കമല്ല കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു ആലോചന നടത്തുന്നത് എന്ന്. ഏതായാലും ഒരു പ്രവർത്തനം രാഹുലിനെ പോലെയുള്ള, ഷാഫി പറമ്പിനെ പോലെയുള്ള
സന്ദീപ് വാര്യർ പോലുള്ള യുവാക്കൾ അവരാണ് ഇനി കാര്യങ്ങൾ നോക്കേണ്ടത് എന്നതുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരിൽ ആരെങ്കിലുമൊക്കെ അടിച്ചൊതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാന്ന് വെച്ചാൽ അത് ഇനി പാർട്ടിയെ കൊല്ലുന്നതിന് സമമാണ് എന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിഞ്ഞത് നല്ലതാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രനായി അവിടെ ഒരു മത്സരിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കിയാൽ അത് കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. Different angles. Don't forget to subscribe and support this channel.